Good afternoon, everyone. Those who are watching, this is MedCity's live class. Yeah. Okay. Good afternoon, everyone. I can see some of you are joining. Good. Yeah, good afternoon. So guys, this is MedCity's live class. Okay. All right. I hope you can hear me. Yes. All right. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to select a relevant case note or relevant data in OET Writing. Okay. Hi everyone. Okay. So it's a kind of nice weather here. It's a pleasant weather. So ചിലർക്കൊക്കെ ഭയങ്കര മഴയായിരിക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ. Okay. So ലോക്ക്ഡൗൺ ഒക്കെ പതിയെ അതിൻ്റെ ഇളവുകളൊക്കെ വന്നു തുടങ്ങി. സോ OET എക്സാമിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സോ ട്രൈ ടു പ്രിപ്പയർ വെൽ. ഓക്കെ. സോ ഈ ടൈം കറക്റ്റായിട്ട് വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. സോ ഒരുപാട് പേർക്കും OET റൈറ്റിങ്ങിൽ ഡിഫിക്കൽട്ടായിരിക്കുന്ന സെഷനാണ് ഡേറ്റ സെലക്ഷൻ. ഓക്കെ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡേറ്റ സെലക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്ത സമയത്തും ഒരുപാട് പേർക്കും ഒരുപാട് ഡൗട്ട്സ് പറഞ്ഞിരുന്നു. സോ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ എന്തൊക്കെയാണ് വൈ ഡേറ്റ സെലക്ഷൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്, പിന്നെ എന്താണ് ഡിഫറെൻറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അതർ ദാൻ നഴ്സിന് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം എങ്ങനെയാണ് ഡേറ്റ സെലക്ഷൻ എന്ന്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പൊതുവെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടേഴ്സിന് എങ്ങനെ ഡേറ്റ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ലൈക്ക് സോഷ്യൽ വർക്കർ, ദെൻ ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സോ ഇവർക്കൊക്കെ എങ്ങനെ ഡേറ്റ സെലക്ട് ചെയ്യാം, ഡയറ്റീഷ്യൻ, ഇതൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ ഇനി സമയം കളയുന്നില്ല, വിൽ സ്റ്റാർട്ട് ദ ക്ലാസ്. ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം OET റൈറ്റിങ്ങിൽ നമ്മുടെ കേസ് നോട്ടിൽ പേഷ്യൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് തന്നിരിക്കും. ഓക്കെ. ലൈക്ക് പേഷ്യൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാണും, ദെൻ പാസ്റ്റ് മെഡിക്കൽ ഡേറ്റ വിൽ ബി ദർ, മെഡിക്കേഷൻസ് വിൽ ബി ദർ, social data will be there, then present hospital admit ആയിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ present hospitalization details കാണും, ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ചെയ്ത ഇൻവെസ്റ്റിഗേഷൻസ് കാണും, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത മെഡിക്കേഷൻസ് കാണും, ലൈക്ക് പേഷ്യൻ്റെ കണ്ടീഷൻ പ്രോഗ്രസ്ഡ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണും, ഡിറ്റീരിയറേറ്റഡ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണും, പേഷ്യൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ് ആ ഡീറ്റെയിൽസ് കാണും, അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്ലാൻ കാണും. ഇത്രയുമായിരിക്കും നിങ്ങളുടെ കേസ് നോട്ട്. എലോങ് വിത്ത് ദാറ്റ് ഒരു റൈറ്റിംഗ് ടാസ്കും കാണും, അല്ലേ? ഇതാണ് സാധാരണ നമ്മുടെ കേസ് നോട്ടിൽ വരുന്നത്. ഒരു റെഫറൽ ലെറ്ററിൻ്റെ കേസ് നോട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൽ എല്ലാ ഡേറ്റയും എല്ലാ റീഡറിനും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഡേറ്റ സെലക്ട് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം ഏതാണോ റീഡർ, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ എഴുതുന്നത് അതനുസരിച്ച് ഡേറ്റ സെലക്ട് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ ഈ ഡേറ്റ സെലക്ട് ചെയ്യുന്നത് മെയിൻലി 4 കാര്യങ്ങൾ കൊണ്ടാണ്. ഫസ്റ്റ് വൺ, ഹൂ ഇസ് ദ റീഡർ? ആർക്കാണ് നിങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ലെറ്ററിനെ റിസീവ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് വൺ. ഓക്കെ. ദ സെക്കൻഡ് വൺ ഇസ് ഫോർ വാട്ട് പേർപ്പസ് യു ആർ റൈറ്റിംഗ്, ഓ വാട്ട് ഇസ് ദ റീസൺ ഫോർ റൈറ്റിംഗ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എഴുതുന്നത്. ഈ ഡേറ്റ സെലക്ഷനിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എഴുതുന്നത്. നൗ ദ തേർഡ് വൺ ഇസ് വാട്ട് ടൈപ്പ് ഓഫ് ലെറ്റർ യു ആർ റൈറ്റിംഗ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഈസ് ദിസ് പേഷ്യൻറ്റ് നോൺ ടു ദ റീഡർ ഓർ നോട്ട്. ഈ പറഞ്ഞ കാറ്റഗറി എല്ലാം, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഡേറ്റ സെലക്ഷനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ദ ഫസ്റ്റ് വൺ, ഹൂ ഇസ് ദ റീഡർ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ OET ലെറ്റർ ഒരു പക്ഷേ ഡോക്ടേഴ്സിന് എഴുതുന്ന ലെറ്റേഴ്സ് കാണും, നഴ്സസിന് എഴുതുന്ന ലെറ്റേഴ്സ് കാണും, ദെൻ
ഫാർമസിസ്റ്റിന് എഴുതുന്നത് കാണും. ദെൻ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ ലെറ്റർ എഴുതാറുണ്ട് അല്ലേ. ഇനി ഈ ഡോക്ടേഴ്സ് തന്നെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് കാണും. അതുപോലെ നഴ്സസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ കമ്മ്യൂണിറ്റി നഴ്സ് കാണും, മെൻ്റൽ ഹെൽത്ത് നഴ്സ് കാണും, പീഡിയാട്രിക് നഴ്സ് കാണും, നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കാണും. സോ ഇത് ആർക്കാണോ നമ്മൾ എഴുതുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്. സോ ഒരു നഴ്സിന് നമ്മൾ എഴുതുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് എഴുതുന്നത്, ശരിയല്ലേ. ഇനി ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് എഴുതുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു ഡയറ്റീഷ്യന്. ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് നമ്മളൊരു ഡോക്ടറിന് ലെറ്റർ എഴുതുമ്പോൾ, ശരിയല്ലേ. സോ എങ്ങനെയാണ് ഈ ചേഞ്ചസ്, അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്, who is the reader. Okay, now the second one, what is the purpose? I'll give you an example. ഒരു ഡോക്ടറിന് തന്നെ നിങ്ങൾ എഴുതുന്ന 2 ലെറ്ററും വിത്ത് ഡിഫറെൻറ്റ് പേർപ്പസ് ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ശരിയല്ലേ. റെസിപ്പിയൻറ്റ് ഡോക്ടർ തന്നെയാണ് 2 കേസിലും, പക്ഷേ നമ്മൾ വേറൊരു പേർപ്പസിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ റെസിപ്പിയൻറ്റ് സെയിം തന്നെ ആണെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന ഡേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ശരിയല്ലേ. അപ്പം പേർപ്പസ് എന്താണോ അതും ഒരു വലിയ ഫാക്ടറാണ് ഡേറ്റ സെലക്ഷനിൽ. അപ്പോൾ ആർക്കാണ് എഴുതുന്നത്, എന്ത് റീസണ് വേണ്ടിയായിട്ട് എഴുതുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ദ തേർഡ് വൺ, ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, ടൈപ്പ് ഓഫ് ലെറ്റർ. നിങ്ങൾക്കറിയാം നമുക്ക് ഡിസ്ചാർജ് ലെറ്റർ ഉണ്ട്, റെഫറൽ ലെറ്റർ ഉണ്ട്, ട്രാൻസ്ഫർ ലെറ്റർ ഉണ്ട്, പേഷ്യൻറ്റിന് മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ലെറ്റർ ഉണ്ട്. നമ്മളൊരു ഇൻഫർമേഷൻ ലെറ്റർ പോലെ ആയിരിക്കത്തില്ല റെഫറൽ ലെറ്റർ എഴുതുന്നത്, അവിടെ സെലക്ട് ചെയ്യുന്ന ഡേറ്റയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് ലെറ്ററും ഡേറ്റ സെലക്ഷനെ എഫക്റ്റ് ചെയ്യാറുണ്ട്, ശരിയല്ലേ. ഇനി പേഷ്യൻ്റ് നോൺ കേസ് ആണെങ്കിൽ ഒരു പക്ഷേ അറിയാവുന്ന ഡേറ്റ ഒന്നും വീണ്ടും നിങ്ങൾ എഴുതേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ് പലതും തന്നെ റീഡറിന് അറിയാമെങ്കിൽ വീണ്ടും അത് നിങ്ങളുടെ കേസിനോട് ലെറ്ററിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ശരിയല്ലേ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഡേറ്റ സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റീഡർ, സെക്കൻഡ് വൺ ഇസ് പർപ്പസ്, third one is type of letter, and fourth one is this patient known to the reader or not. Okay, so ഇതൊക്കെ നിങ്ങൾ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ ഡേറ്റ സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നൗ നിങ്ങൾക്കറിയാം വി ഹാവ് 3 types of data അല്ലേ, നമ്മൾ എപ്പോഴും ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഏതൊക്കെയാണ് 3 types of data? We have relevant data, semi-relevant data and irrelevant data. What do you mean by relevant data? റെലവൻറ്റ് ഡേറ്റ എന്താണ്? റീഡർ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡേറ്റ. ഓക്കെ, ദാറ്റ് ഇസ് റെലവൻറ്റ് ഡേറ്റ. ഇറെലവൻറ്റ് എന്ന് പറഞ്ഞാലോ റീഡർ അറിയുകയേ ചെയ്യേണ്ട, റീഡറിൻ്റെ കെയറിൽ, ഈ പേഷ്യൻ്റെ കെയറിൽ ഈ ഡേറ്റ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സച്ച് ഡേറ്റ ഇസ് കൺസിഡർഡ് ടു ബി ഇറെലവൻറ്റ് ഡേറ്റ. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് സെമി റെലവൻറ്റ് ഡേറ്റ? സെമി റെലവൻറ്റ് ഡേറ്റ നമ്മൾ സാധാരണ ഗ്യാപ്പ് ഫില്ലിംഗ് ഡേറ്റ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. സോ അത് എഴുതിയത് കൊണ്ട് നിങ്ങളുടെ സ്കോറിലൊരു വലിയ ചേഞ്ചോ എഴുതിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കോറിനെ അത് എഫക്റ്റ് ചെയ്യത്തുമില്ല. ഓക്കെ, അങ്ങനത്തെ ഡേറ്റയാണ് സെമി റെലവൻറ്റ് ഡേറ്റ. ഓക്കെ, ഇതിൽ നിങ്ങൾ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡേറ്റ വിൽ ബി റെലവൻറ്റ് ഡേറ്റ ആൻഡ് സെമി റെലവൻറ്റ് ഡേറ്റ. ഓക്കെ, സോ ഇറെലവൻറ്റ് ഡേറ്റ ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, റെലവൻറ്റ് ഡേറ്റ ഒന്നും മിസ് ചെയ്യുകയും ചെയ്യരുത്. സോ നെവർ മിസ് റെലവൻറ്റ് ഡേറ്റ, നെവർ ഇൻക്ലൂഡ് ഇറെലവൻറ്റ് ഡേറ്റ. ഈ 2 പോയിൻ്റാണ് ഡേറ്റ സെലക്ഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. Okay, so never miss relevant data, never include irrelevant data. Irrelevant data ഒരുപാട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷേ റെലവൻറ്റ് ഡേറ്റ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്കോറിനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇറെലവൻറ്റ് ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, റെലവൻറ്റ് എല്ലാ പോയിൻറ്റ്സും തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റ സെലക്ഷനിൽ ഇമ്പോർട്ടൻറ്റ്. ഇനി എന്തിനാണ് ഡേറ്റ സെലക്ഷനിൽ OET റൈറ്റിംഗ് പഠിപ്പിക്കുന്ന എല്ലാവരും നിങ്ങളോട് പറയാനുള്ള ഡേറ്റ സെലക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഡേറ്റ സെലക്ഷൻ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? അത് നിങ്ങളുടെ സ്കോറിനെ എഫക്റ്റ് ചെയ്യിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഡേറ്റ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോ നമുക്ക് 6 ക്രൈറ്റീരിയ ആണ് റൈറ്റിങ്ങിനുള്ളത് അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. സോ ഇതിൽ സെക്കൻഡ് ക്രൈറ്റീരിയ ആൻഡ് തേർഡ് ക്രൈറ്റീരിയ നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും അതല്ലേ. സോ ക്യാൻ യു കമൻറ്റ് ഇറ്റ് ബിലോ? സെക്കൻഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയ ഏതാണ്, തേർഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയ ഏതാണ്? ഓക്കെ, 6 റൈറ്റിംഗ് ക്രൈറ്റീരിയ ടോട്ടലുണ്ട്. നമ്മൾ എല്ലാ ക്ലാസ്സിനും ഡിസ്കസ് ചെയ്യാറുള്ളതാണ് റൈറ്റിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, സോ ഇതിൽ സെക്കൻഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയയും തേർഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയയും ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ബൈ ദാറ്റ് ടൈം ഐ ക്യാൻ ഗോ ത്രൂ ഓൾ യുവർ കമൻറ്റ്സ്. Thank you so much guys for your support. Okay, all right, can you comment it below? What is the second writing criteria and the third writing criteria? ഏതൊക്കെയാണ് സെക്കൻഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയയും തേർഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയയും
ഡിസ്കസ് ചെയ്യാം, സോറി കമൻറ്റ് ചെയ്യാമോ? Okay, so many are watching. Okay, so what is the second writing criteria? All right. Okay. All right. Okay, Pretty is telling conciseness and clarity. Okay, conciseness and clarity is the third writing criteria. What is the second writing criteria? Okay. Okay, Geetu is telling content, conciseness. Okay, very good. Second one, content. Okay, okay, Pretty. Okay. Okay, the second, very good, very good. Okay, so the second writing criteria is content. Okay, and the third writing criteria is conciseness and clarity. Very good, excellent response. So second writing criteria, content il endokkana avaru mention cheyidirikkune? Ella relevant information ningal include cheya. That is content. Okay, oru karyam koodi undu. What the reader need to know to continue care. പേഷ്യൻറ്റിൻ്റെ കെയർ കണ്ടിന്യൂ ചെയ്യാൻ റീഡർ എന്തൊക്കെ അറിയണോ അതെല്ലാം നിങ്ങൾ കണ്ടന്റ് എന്നുള്ള റൈറ്റിംഗ് ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ശരിയല്ലേ? ഓക്കെ, ദെൻ കമ്മിങ് ടു കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി. അതിലെന്താ പറയുന്നത്? എക്സ്ക്ലൂഡ് ഇറലവൻറ്റ് ഡേറ്റ. ഇറലവൻറ്റ് ഡേറ്റ ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യരുത്. സമ്മറൈസ് റെലവൻറ്റ് ഡേറ്റ ആക്യുറേറ്റ്ലി, ഇഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഇത് രണ്ട് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, കണ്ടന്റ് എന്നുള്ള റൈറ്റിംഗ് ക്രൈറ്റീരിയയും കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റിയും ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി റെലവൻറ്റ് ഡേറ്റ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇറലവൻറ്റ് ഡേറ്റ ആഡ് ചെയ്യരുത്, റെലവൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഡേറ്റ സെലക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡേറ്റ സെലക്ഷൻ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ സോ നിങ്ങളുടെ സ്കോറിനെ ഡെഫിനറ്റ്ലി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബെറ്റർ അതിൽ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഡേറ്റ സെലക്ഷൻ ക്ലിയർ ആക്കുക. ബിക്കോസ് ഈ രണ്ട് ക്രൈറ്റീരിയയിലും 7 സ്കോർ ഈച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ കണ്ടന്റ് കറക്റ്റായി കിട്ടിയ, അതായത് എല്ലാ റെലവൻറ്റ് ഡേറ്റയും ആഡ് ചെയ്യുക. കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റിയിൽ ഇറലവൻറ്റ് ഡേറ്റ എല്ലാം ലൈക്ക് എഴുതാതിരിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിങ്ങളുടെ സ്കോറിനെയും ഈ ഡേറ്റ സെലക്ഷൻ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ കണ്ടന്റ് ദ സെക്കൻഡ് റൈറ്റിംഗ് ക്രൈറ്റീരിയ and conciseness and clarity the third writing criteria. ഇതെല്ലാം it is related to data selection. Okay, now എങ്ങനെയാണ് ഡേറ്റ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? another important thing, 5 minutes റീഡിംഗ് ടൈമിൽ തന്നെയാണ് നമ്മൾ ഡേറ്റ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി റൈറ്റിംഗിൻ്റെ ഫസ്റ്റ് ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 5 minutes റീഡിംഗ് ടൈം കിട്ടും. ആ സമയത്ത് തന്നെയാണ് നിങ്ങൾ ഡേറ്റയും സെലക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് റീഡിംഗ് ഫ്രം ദ റൈറ്റിംഗ് ടാസ്ക്. ഓക്കെ, അവിടെ നിങ്ങൾ 4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഏതായിരുന്നു അത്? ഹു ഇസ് ദ റീഡർ, വാട്ട് ഈസ് ദ റീസൺ ഫോർ റൈറ്റിംഗ്, ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ലെറ്റർ ഇസ് ദിസ്, ആൻഡ് ഈസ് ദിസ് പേഷ്യൻറ്റ് നോൺ ടു ദ റീഡർ ഓർ നോട്ട്. ഈ 4 കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ആ 2 കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് 2 കാര്യങ്ങൾ, ഹു ഇസ് ദ റീഡർ ആൻഡ് വാട്ട് ഇസ് ദ റീസൺ ഫോർ റൈറ്റിംഗ്, ഇത് എല്ലാ കേസ് നോട്ടിലും ടാസ്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് കമ്മിങ് ടു നോൺ കേസ് പല രീതിയിൽ കണ്ടുപിടിക്കാം. ചില കേസിൽ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ചില കേസിൽ ഡയറക്റ്റായിട്ട് തരത്തില്ല, ഹിഡൻ ഹിൻസ് ഒക്കെ ആയിരിക്കും. നമ്മളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ടൈപ്പ് ഓഫ് ലെറ്റർ ഏതാണെന്നുള്ളതും വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. ഈ 4 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഡേറ്റ സെലക്ഷൻ ഈസി ആയിരിക്കും. അപ്പോൾ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് ദെൻ ആസ്ക് എ ക്വസ്റ്റ്യൻ. നിങ്ങളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞാനാണ് ആ റീഡർ എങ്കിൽ ഏതൊക്കെ ഡേറ്റ ആയിരിക്കും എനിക്കറിയേണ്ടത്? ഓക്കെ, ഞാനാണ് ആ റീഡർ എങ്കിൽ ഏതൊക്കെ ഡേറ്റ ആയിരിക്കും എനിക്കറിയേണ്ടത്? സോ ഇങ്ങനെ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് ബാക്കി കേസ് നോട്ട് വായിക്കാം. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സി ആ ഡേറ്റ ആർക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അയാളായിട്ട് നിങ്ങൾ തന്നെ സങ്കല്പിക്കുക. നിങ്ങളാണ് ആ റീഡർ എങ്കിൽ ആ പേഷ്യൻ്റെ ഏതൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ OET പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരും ഓക്കെ, ഡേറ്റ സെലക്ഷൻ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കുന്നവരും മറ്റൊരാൾക്ക് എഴുതുന്നത് പോലെയല്ല, നിങ്ങളാണ് ആ റെസിപ്പിയൻ്റ് എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്?
ഇങ്ങനെയൊന്ന് സങ്കല്പിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിച്ച് ഒന്ന് ഡേറ്റ് സെലക്ട് ചെയ്ത് നോക്കുക. ഡേറ്റ സെലക്ഷന് വേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് ടൈമൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ. 5 മിനിറ്റ്സ് റീഡിങ് ടൈം കഴിഞ്ഞ് 40 മിനിറ്റ്സ് ഡയറക്റ്റ് നിങ്ങൾ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിനൊരു എക്സ്ട്രാ ടൈം ഡേറ്റ സെലക്ഷന് വേണ്ടി എടുക്കാമെന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റിംഗ് ടൈമിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. 5 മിനിറ്റ്സ് റീഡിങ്ങിൻ്റെ കൂടെ തന്നെ ഡേറ്റ കൂടി സെലക്ട് ചെയ്ത് പോകും. റൈറ്റിംഗ് ടാസ്ക് വായിച്ച് ആരാണ് റീഡർ എന്നും ഏത് റീസണ് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആസ് ദിസ് ക്വസ്റ്റ്യൻ ലൈക്ക് ഞാനാണ് റീഡർ എങ്കിൽ ഏതൊക്കെ ഡേറ്റ ആയിരിക്കും എനിക്ക് റെലവൻറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ഡേറ്റ സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ 5 മിനിറ്റ്സ് റീഡിങ്ങിൻ്റെ സമയത്ത് തന്നെ കുറച്ച് പേരൊക്കെ റെലവൻറ്റ് എന്നും സെമി റെലവൻറ്റ് എന്നും ഇറെലവൻറ്റ് എന്നും ഒക്കെ കേസ് നോട്ടിൽ തന്നെ എഴുതാറുണ്ട്. ആക്ച്വലി അങ്ങനെ ചെയ്യാതിരിക്കുക. Okay, because during this 5 minutes reading time, they won't allow you to take pen or pencil. Okay, അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ളവർ ദയവേത് അത് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ തന്നെ മാറ്റാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒന്നും ജസ്റ്റ് പ്ലാൻ ചെയ്യുക. ഓക്കെ, എങ്ങനെയായിരിക്കും അത് ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്, ഈ ഡേറ്റ് വേണം ഒന്ന് പ്ലാൻ ചെയ്യുക മാത്രം ചെയ്യുക ആ ടൈമിൽ. ഓക്കെ, നൗ എന്താണ് ഡേറ്റ സെലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ കണ്ടു. ഇനി ഏതൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം ഈ ഡേറ്റ സെലക്ഷന് വേണ്ടി? ഓക്കെ, 2 ടൂളാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഒരു 5 questions. ഓക്കെ, ആ 5 questionസിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡേറ്റ സെലക്ഷൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, രണ്ടാമത് ആസ് യൂഷ്വൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ വെറൈറ്റി ഓഫ് ഷോർട്ട് ഫോംസ് ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടിപ്പും കൂടിയാണ് സെക്കൻഡ് ടൂൾ. ഓക്കെ, ഫസ്റ്റ് ടൂൾ ഒരു 5 question ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ 5 questions ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡേറ്റ സെലക്ഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 5 questions. ഓക്കെ, നൗ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ആർ യു? ഓക്കെ, നിങ്ങൾ ആരായിട്ടാണ് ലെറ്റർ എഴുതുന്നത്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആയിരിക്കാം, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആയിരിക്കും. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് തന്നെ ഈ പേഷ്യൻറ്റിനെ ഹോം വിസിറ്റിലായിരിക്കും കാണുന്നത്. ഓക്കെ, നിങ്ങളൊരു പക്ഷേ രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ ചാർജ് നേഴ്സ് ആയിരിക്കും. പേഷ്യൻ്റ് ഏതെങ്കിലും സർജറി കഴിഞ്ഞ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന വാർഡിലായിരിക്കും അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് വിൽ ബി റെലവൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ആർ യു? ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ഇസ് ദ റീഡർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു റീഡർ ആരാണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് ഡേറ്റ സെലക്ഷൻ ഏത് റീഡറാണോ അയാൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ റീഡറിനും ഡേറ്റ സെലക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നൗ ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് റീസൺ ഫോർ റൈറ്റിംഗ് അല്ലെങ്കിൽ പർപ്പസ്. നമ്മൾ ഓൾറെഡി ഇതേപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. റീഡർ സെയിം ആണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഡേറ്റ സെലക്ഷനെ അത് എഫക്റ്റ് ചെയ്യും അല്ലേ. നൗ ദ ഫോർത്ത് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഈസ് ദിസ് ഡേറ്റ റെലവൻറ്റ് ടു ദ കറൻറ്റ് സിറ്റുവേഷൻ? ഓക്കെ, ഈ പേഷ്യൻറ്റിൻ്റെ കറൻറ്റ് സിറ്റുവേഷന് ഈ ഡേറ്റ ഞാൻ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷന് അല്ലെ ഇപ്പോഴത്തെ കെയറിന് വേണ്ടിയിട്ട് ഈ ഡേറ്റ ഞാൻ സെലക്ട് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ തന്നെ ചോദിക്കുക. അതിൻ്റെ ആൻസർ ഇഫ് ഇറ്റ് ഇസ് യെസ് നിങ്ങൾ ആ ഡേറ്റ സെലക്ട് ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് നോ ഡേറ്റ സെലക്ട് ചെയ്യേണ്ട. ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ഇറെലവൻറ്റ് ഡേറ്റ. ഓക്കെ, നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിൽ ദിസ് എഫക്റ്റ് പേഷ്യൻസ് ഫർദർ കെയർ? പേഷ്യൻ്റെ ഫർദർ കെയറിനെ ഈ ഡേറ്റ എഫക്റ്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് യെസ് യു ക്യാൻ സെലക്ട്, ഇഫ് ഇറ്റ് ഇസ് നോ ദെൻ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഇറെലവൻറ്റ് ഡേറ്റ. ഇതാണ് 5 questions. ഓക്കെ, ഈ 5 questions നിങ്ങളുടെ കേസ് നോട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കുക. യെസ് എന്നുള്ള ആൻസേഴ്സ് ആണെങ്കിൽ എസ്പെഷ്യലി ആ ലാസ്റ്റ് 2 question ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫസ്റ്റ് വൺ ഇസ് ഹൂ ആർ യു? നിങ്ങൾ ആരായിട്ടാണ് ലെറ്റർ എഴുതുന്നത്? ദാറ്റ് വിൽ ബി റെലവൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ഹൂ ഇസ് ദ റീഡർ? ആർക്ക് വേണ്ടിയാണ് ലെറ്റർ എഴുതുന്നത്? Now the third one, what is the purpose or what is the reason for writing? Okay. Next, the fourth one is this data relevant to the patient's current situation? Okay. And the last and another important one, will this data affect the patient's further care? Patient further care ne it affect you. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആണ് നിങ്ങൾക്ക് ഡേറ്റ സെലക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റ സെലക്ഷൻ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇതൊരു 5 question ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഒരു ഷോർട്ട് ഫോം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്ബാർ കേട്ടിട്ടില്ലേ? വാട്ട് ഇസ് ഇസ്ബാർ? Okay, it is an internationally accepted tool for communication between
healthcare professionals. Okay, healthcare professionals തമ്മിലുള്ള communication help ചെയ്യുന്ന ടൂളാണ് ISBAR. Okay, that is an internationally accepted tool. So ഈ ISBAR, ISBAR, നിങ്ങൾക്കറിയാം ഇതെന്താണെന്നല്ലേ? So ഇതിൽ I is identification, okay, S situation, B background, A assessment, what is R? R എന്തായിരിക്കും? Okay, now we are discussing ISBAR. Okay, ISBAR നിങ്ങൾക്ക് familiar ആയിരിക്കും. ISBAR is nothing but it is an internationally accepted tool for communication between healthcare professionals. ഇത് ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓരോ ലെറ്ററും ISBARലെ I for identification, S situation, B background, A assessment, and what is R? R എന്താണ്? Can you comment it below? R എന്തായിരിക്കും? What do you think? Can you comment it below? ISBAR നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ can you comment it below? മിക്കവാറും എല്ലാവരും തന്നെ ഫെമിലിയർ ആയിരിക്കും. യെസ്, വാട്ട് വിൽ ബി ആർ? നീ ആദ്യമായിട്ടാണ് ISBAR എന്നുള്ളൊരു ടേം കേൾക്കുന്നതെങ്കിൽ you can note it down. I for identification. Sharanya is telling R is recommendation. Okay, any other? Deepa is telling it is request. Okay, again Ria recommendation. Okay, all right. So I for identification, S situation, B background, A assessment, R what is R? അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? Okay, so some of you are telling it is recommendation. Korshperi request. Okay, Pretty is telling recommendation. Okay, Anila recommendation. Okay, recommendation. Okay, so thank you guys. So R can be recommendation അല്ലെങ്കിൽ request. Okay, both are right. Okay, very good. So ഇത് എങ്ങനെയാണ് ISBAR നമുക്ക് ഡേറ്റ സെലക്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. Okay, so identification, situation, background, assessment, recommendation അല്ലെങ്കിൽ request, ഇത് നമുക്ക് എങ്ങനെ ഡേറ്റ സെലക്ഷനിൽ അപ്ലൈ ചെയ്യാം? See, identification എന്ന് പറഞ്ഞാൽ you have to think the entire identification details of the patient, like full name, age, date of birth തന്നിട്ടുണ്ടെങ്കിൽ അത്, then patient address relevant ആവുന്ന കേസ് ഉണ്ടെങ്കിൽ അത് അല്ലേ? സോ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് പേഷ്യൻ്റെ എൻറ്റയർ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ പ്ലസ് okay, how that patient is connected to you, നിങ്ങളുടെ റോൾ എന്താണ്, ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. Okay, I'll repeat. Identification is nothing but the entire patient's details like age, okay, date of birth തന്നിട്ടുണ്ടെങ്കിൽ date of birth, address relevant ആകുന്ന കേസിലാണെങ്കിൽ address, okay, then അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഐഡൻറ്റിഫിക്കേഷൻ. പ്ലസ് ഒരു കാര്യം കൂടി ഉണ്ട്, what is your role അല്ലെങ്കിൽ how that patient is connected to you, ഇതിൻ്റെ ആൻസറാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയുള്ള എന്താ ചെറിയ ടിപ്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ക്ലിയർ ആയില്ലേ? സെക്കൻഡ് വൺ ഇസ് സിറ്റുവേഷൻ. സോ സിറ്റുവേഷനിൽ എന്താണെന്ന് ചോദിച്ചാൽ ലൈക്ക് വൈ യു ആർ റൈറ്റിംഗ് അബൌട്ട് ദിസ് പേഷ്യൻറ്റ് നൗ, എന്തിനാണ് നിങ്ങളിപ്പോൾ എഴുതുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പർപ്പസ്, എന്താണ് റീസൺ ഫോർ റൈറ്റിംഗ്. ഓക്കെ, സോ ഇതാണ് സിറ്റുവേഷൻ. ഫോർ വാട്ട് യു ആർ റൈറ്റിംഗ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എഴുതുന്നത്. Okay, so that is situation. So we discussed identification. Second one, situation. Now the third one is background. Okay, background എന്തൊക്കെ ആയിരിക്കും relevant ആവുന്നത്? Maybe patient's social data. Okay, then past medical data. Patient's past medical dating, patient's social data ഒക്കെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ. എല്ലാ ഡീറ്റെയിൽസും എല്ലാ സോഷ്യൽ ഡേറ്റയും എല്ലാ റീഡറിനും വേണ്ട. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് പേഷ്യൻ്റെ സോഷ്യൽ ഡേറ്റയിൽ ഏതൊക്കെയാണ് റെലവെൻ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അത് സെലക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ബാക്ക്ഗ്രൗണ്ട്. നൗ കമ്മിങ് ടു അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഹൗ ഇസ് ദാറ്റ് പേഷ്യൻറ്റ് നൗ, അല്ലെങ്കിൽ പേഷ്യൻ്റെ കറണ്ട് കണ്ടീഷൻ, കറണ്ട് മെഡിക്കേഷൻ, അതൊക്കെയാണ് അസസ്മെൻറ്റിൽ. ഓക്കെ, ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ റിക്വസ്റ്റ് അല്ല റെക്കമെൻഡേഷനിൽ വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദ റീഡർ, റീഡറിൽ നിന്ന് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് റെലവെൻറ്റ് അതായിരിക്കും കേസ് നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് റെലവെൻറ്റ് ഡേറ്റ എന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ, നത്തിങ് ബട്ട് പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ പ്ലസ് വാട്ട് ഈസ് യുവർ റോൾ. Okay, situation is nothing but
why you're writing about this patient now. അല്ലെങ്കിൽ what is the reason or purpose. Okay. Background is nothing but it is a relevant social data and relevant past medical data. Okay. Assessment is nothing but how is the patient now, or patient current status. And request or recommendation is nothing but what you expect from the reader. Okay. So ഇത്രയും കാര്യങ്ങളായിരിക്കും ഇസ്ബാർ അപ്രോച്ചിൽ നമ്മൾ ഡേറ്റ സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ രണ്ട് അപ്രോച്ച് അല്ല, രണ്ട് ടൂൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു 5 ക്വസ്റ്റ്യൻ ഉള്ള ഒരെണ്ണം ഇസ്ബാർ അപ്രോച്ചും. ഓക്കെ. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ. ഇനി നമ്മൾ എപ്പോഴും റൈറ്റിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് പേര് എപ്പോഴും ഡിഫിക്കൽട്ടായിട്ട് പറയുന്നതാണ് മറ്റൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് എങ്ങനെയാണ് ലെറ്റർ എഴുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡേറ്റ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കൺഫ്യൂഷൻ. നമുക്കൊരു നേഴ്സിന് ലെറ്റർ എഴുതാൻ വന്നാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ എസ് അല്ലേ. ഇനി ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറിനോ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനോ ഒരു ഫാർമസിസ്റ്റിനോ ഫിസിയോതെറാപ്പിസ്റ്റിനോ ഒക്കെ ലെറ്റർ എഴുതേണ്ടി വരുമ്പം എപ്പോഴും ഡേറ്റ സെലക്ഷനിൽ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്കിന്ന് ഓരോരുത്തരെയും ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഒരു ഡോക്ടർ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും റെലവൻറ്റ് ഇൻഫർമേഷൻ ഇൻ ജനറൽ. ഓക്കെ. ഒരു നേഴ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയായിരിക്കും റെലവൻ്റ് ആയിട്ട് വരുന്നതെന്ന് അല്ലേ. ഒരു സോഷ്യൽ വർക്കർ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും റെലവൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി, ഓരോ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനും ഓരോ രീതിയിലായിരിക്കും ഡേറ്റ സെലക്ട് ചെയ്യുന്നത്. അത് അവർക്ക് കിട്ടുന്ന പേർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ തന്നിരിക്കുന്ന പേർപ്പസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു കേസ് നോട്ട് ഇല്ലാതെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് ഒരു ജനറൽ ഐഡിയ മാത്രമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയായിരിക്കും ഡേറ്റ സെലക്ട് ചെയ്യുന്നുള്ളത്. വൺ മോർ തിങ്, ഇത് എക്സാക്ട്ലി ഓരോ കേസ് നോട്ട് അനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഡോക്ടറിന് ലെറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിത് ഓർഗനൈസ് ചെയ്യുന്ന രീതിയൊന്നുമല്ല ഡിസ്കസ് ചെയ്യുന്ന, ഡേറ്റ സെലക്ഷൻ മാത്രമാണ് കേട്ടോ. ഓക്കെ. നൗ ഡോക്ടർ എന്ന് പറയുമ്പം നമുക്കറിയാം വി ഹാവ് ജനറൽ പ്രാക്ടീഷണേഴ്സ് അല്ലേ. പിന്നെ പേഷ്യൻസ് ജനറൽ പ്രാക്ടീഷണേഴ്സ് വിൽ ബി ദർ ആൻഡ് അത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ. നൗ ജനറൽ പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ജനറൽ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പം ദേ ആർ ആക്ച്വലി സ്പെഷ്യലിസ്റ്റ് ഇൻ കമ്മ്യൂണിറ്റി ഓർ ഫാമിലി മെഡിസിൻ. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫാമിലി മെഡിസിന് സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും ഈ ജനറൽ പ്രാക്ടീഷണേഴ്സ്. സി, ഓരോ ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെയും ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് ഡേറ്റ സെലക്ഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നമുക്ക് നഴ്സസിന് ഡേറ്റ സെലക്ഷൻ കുറച്ചുകൂടി ഈസിയാണ്. നമുക്കറിയാം എന്താണ് നഴ്സിൻ്റെ ജോലി എന്ന്, ശരിയല്ലേ? അതേസമയം ഒരു ഡോക്ടറിന് വരുമ്പോഴും ഇറ്റ് വിൽ ബി ഈസി. പക്ഷേ എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരുന്നു. കാരണം ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അവർ എന്താണ് എക്സാക്ട്ലി ചെയ്യുന്നതെന്ന് അറിയില്ല. ഓക്കെ. സോ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ they are actually specialists in community and family medicine. Okay. And അവരൊരു നോൺ എമർജൻസി കെയർ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻസിഡൻ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് നമ്മൾ ജനറൽ പ്രാക്ടീഷണറിനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മാത്രമേ അവർ ഹയർ ഫെസിലിറ്റീസിലോട്ട് റെഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ദാറ്റ് ഈസ് ആക്ച്വലി ഡ്യൂട്ടി ഓഫ് ജനറൽ പ്രാക്ടീഷണർ. ഓക്കെ. Now, ഈ ജനറൽ പ്രാക്ടീഷണറും പേഷ്യൻസ് ജനറൽ പ്രാക്ടീഷണറും ഡിഫറെൻ്റ് ആണ്. പേഷ്യൻസ് ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് വിൽ ബി ഓൾറെഡി നോൺ ടു ദ ജനറൽ പ്രാക്ടീഷണർ. അവിടെയും ഡേറ്റ സെലക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. വെൻ ഇറ്റ് കംസ് ടു സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് എക്സാമ്പിൾ എന്താ? obstetrician, ophthalmologist, endocrinologist, then gastroenterologist. ഇതൊക്കെ ആയിരിക്കും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും കാണും. ഓക്കെ. അപ്പോൾ ഇവർക്കൊക്കെ ഡേറ്റ സെലക്ട് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ലോക്കൽ ജനറൽ പ്രാക്ടീഷണറിന് ഡേറ്റ സെലക്ട് ചെയ്യുന്നത്. സോ അവർക്ക് പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ. നൗ കറണ്ട് മെഡിക്കേഷൻ, പേഷ്യൻ്റ് ഇപ്പോൾ ഏതൊക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ. ഓക്കെ. നൗ പേഷ്യൻ്റ് ഓൾറെഡി എടുത്തുകൊണ്ടിരുന്ന മെഡിസിൻസ് ലൈക്ക് പാസ് മെഡിസിൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ജനറൽ പ്രാക്ടീഷണർ. ഇനി പേഷ്യൻറ്റിന് ചില ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിസീസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഡോക്ടറോട് മെൻഷൻ ചെയ്യാം. ഓക്കെ. ഇനി പേഷ്യൻ്റ് ഏതെങ്കിലും നോൺ അലർജീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഈ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിസീസിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം പേഷ്യൻറ്റിന് ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിനെ നിങ്ങൾ റെഫർ ചെയ്യുവാണ്. ആ പേഷ്യൻറ്റിന് ഹാസ് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് diabetes and associated complications.
ഓക്കെ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഈ ഡോക്ടറോട് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിസീസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അലർജീസ് ഏതെങ്കിലും മെഡിസിൻ കേട്ടിട്ടില്ലേ, ലൈക്ക് പേഷ്യൻസ് ക്യാൻ ബി അലർജിക് ടു ആസ്പിരിൻ, അങ്ങനെയുള്ള കേസസിൽ അതും ഡോക്ടേഴ്സിനോട് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഒരു ലോക്കൽ ജനറൽ പ്രാക്ടീഷണർ ആണെങ്കിൽ പേഷ്യൻ്റെ കറൻറ്റ് മെഡിക്കൽ സിറ്റുവേഷൻസ്, ലൈക്ക് അവരുടെ ഡയഗ്നോസിസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പോഴത്തെ മെഡിക്കേഷൻസ്, ഓക്കെ, പാസ്റ്റ് മെഡിക്കേഷൻസ്, പാസ്റ്റ് മെഡിക്കൽ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണെങ്കിൽ അത്, ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും റെലവെൻ്റ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയണം തോന്നുന്ന ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്, അത് സിറ്റുവേഷൻ റെലവെൻ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് ജനറൽ പ്രാക്ടീഷണറിന് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് പേഷ്യൻ്റെ നഴ്സിംഗ് കെയർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇറെലവെൻ്റ് ആണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതിൽ എക്സെപ്ഷൻസ് വിൽ ബി ദർ. ഓക്കെ, കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ജനറൽ അപ്രോച്ച് മാത്രമാണ് അല്ലേ, ഒരു കേസ് നോട്ടിനെ ബേസ് ചെയ്തിട്ടല്ലല്ലോ നമ്മുടെ ഡിസ്കഷൻ. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിലൊക്കെ എക്സെപ്ഷൻസ് കാണും, പക്ഷേ ഇൻ ജനറൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ജനറലി പേഷ്യൻ്റെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് തന്നിരിക്കുന്ന ഡേറ്റയൊന്നും ഒരു ഡോക്ടറിനെ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ സോഷ്യൽ ഡേറ്റ, ഒരു പക്ഷേ എല്ലാ സോഷ്യൽ ഡേറ്റയും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ സോഷ്യൽ ഡേറ്റയും ഡോക്ടേഴ്സിന് റെലവെൻ്റ് ആകുന്ന കേസുകളുണ്ട്, ലൈക്ക് വെൻ യു ആർ റൈറ്റിംഗ് ടു എ മെൻ്റൽ ഹെൽത്ത് ഡോക്ടർ. ഓക്കെ, സോ അങ്ങനെയുള്ള കേസസിൽ സോഷ്യൽ ഡേറ്റയും റെലവെൻ്റ് ആയിരിക്കാം, എക്സെപ്ഷൻസ് ആർ ദെയർ. ഓക്കെ, പക്ഷേ പേഷ്യൻ്റ് വാട്ട് കൈൻഡ് ഓഫ് വർക്ക്, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഹോബീസ്, ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ അവിടെ പേഷ്യൻ്റെ ഹോബീസ് ഒന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സോഷ്യൽ ഡേറ്റയിൽ എല്ലാം റെലവെൻ്റ് ആയിരിക്കത്തില്ല ഒരു ഡോക്ടറിനെ എഴുതുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ എഴുതുന്ന സമയത്ത് ഈ ഡോക്ടറിനെ സെലക്ട് ചെയ്യുന്ന ഡേറ്റ പ്ലസ് അവർ ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോബ്ലത്തിനായിരിക്കുമല്ലോ നിങ്ങൾ ആ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻറ്റിനെ നിങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെ റെഫർ ചെയ്യുവാണെങ്കിൽ ആ ഡീറ്റെയിൽസും കൂടി അതായിരിക്കണം ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലൈക്ക് അവർക്ക് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്, അവരുടെ ക്രിയാറ്റിൻ ലെവൽ അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് കറണ്ട് റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എത്രയാണ് അവർ റിമൂവ് ചെയ്യുന്നത്, ഇത്ര ലിറ്റേഴ്സാണ് അവർ റിമൂവ് ചെയ്യുന്നത്, ലാസ്റ്റ് ഡയാലിസിസ് എന്തായിരുന്നു, അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ആയിരിക്കും ഒരു നെഫ്രോളജിസ്റ്റിന് എഴുതുമ്പോൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു കണ്ടീഷന് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് സ്പെസിഫിക് കണ്ടീഷന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ അതിനെ ആയിരിക്കണം ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പേഷ്യൻ്റ് നോൺ കേസ്, അതായത് ഒരു പേഷ്യൻസ് ജനറൽ പ്രാക്ടീഷണറിനൊക്കെ എഴുതുന്ന സമയത്ത് അവർക്ക് ഈ പ്രസൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലൈക്ക് മെഡിക്കേഷൻസ്, ഈ ഹോസ്പിറ്റലൈസേഷനിൽ വന്ന ഡേറ്റ, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തത്, ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്തത്, എന്താണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്, വാട്ട് ഈസ് ദ പേഷ്യൻസ് കറണ്ട് സിറ്റുവേഷൻ, എനി റിമാർക്കബിൾ ഇവൻറ്റ്സ്, അതൊക്കെ ആയിരിക്കും നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് വെൻ യു ആർ റൈറ്റിംഗ് ടു ദ പേഷ്യൻസ് ജനറൽ പ്രാക്ടീഷണർ. ബിക്കോസ് ആ ജനറൽ പ്രാക്ടീഷണറിന് ഓൾറെഡി പേഷ്യൻ്റെ പാസ്റ്റ് മെഡിക്കൽ ഡേറ്റയും പാസ്റ്റ് മെഡിസിൻസും ഒക്കെ അറിയാം, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ വീണ്ടും അത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും എംഫസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് ചെയ്യാം. ഈവൻ ദോ പേഷ്യൻ്റെ ഡോക്ടറിന് അത് അറിയാമെങ്കിൽ കൂടി നിങ്ങൾക്ക് എംഫസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ലൈക്ക് ഡയബറ്റിക് ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു പേഷ്യൻ്റ് വന്നത്, നിങ്ങൾ തിരിച്ച് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുവാണ് സെയിം ഡോക്ടറിൻ്റെ കെയറിലോട്ട്. ആ ഡോക്ടറിന് ഓൾറെഡി അറിയാം പേഷ്യൻ്റ് ഡയബറ്റിക് ആണെന്ന്, പക്ഷേ ഡയബറ്റിക് ഫുഡ് ആയതുകൊണ്ട് ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ആസ് യു നോ മിസ്സസ് ജോൺ ഹാസ് ഹാഡ് ഡയബറ്റീസ് മെലൈറ്റസ് സിൻസ് 2001. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ആസ് യു നോ പറഞ്ഞിട്ട് എഴുതാം. ഇനി സോഷ്യൽ ഡേറ്റ അവിടെ ഇറലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പാസ് മെഡിക്കലും മെഡിക്കേഷൻസും ഈ പറഞ്ഞതുപോലെ ഡോക്ടറിന് അറിയാവുന്നതായിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ജനറലി നിങ്ങളൊരു ഡോക്ടറിനെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു കാര്യം, എല്ലാ പാസ് മെഡിക്കൽ ഡേറ്റയും ഇറലവൻ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, സോ ഡോക്ടേഴ്സ് അറിയേണ്ട കുറച്ച് പാസ് മെഡിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഓൾറെഡി ഒരു പേഷ്യൻറ്റിന് CVA ഹിസ്റ്ററി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഹെമിപ്ലീജിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആ പേഷ്യൻറ്റിന് CVA ഉണ്ടായിരുന്നു, ഹെമിപ്ലീജിയ ഉണ്ട്, CVA അസോസിയേറ്റ് ചെയ്തിട്ടാണ്. സോ ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനാണ്. ഓക്കെ, സോ ഇപ്പോൾ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻ്റ് ആയതുകൊണ്ട്
ഈ CVI ഹിസ്റ്ററി നിങ്ങൾ നോക്കുമ്പോൾ ന്യൂറോ ഇഷ്യൂ ആണ്. അത് എഴുതണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. പക്ഷേ അത് എഴുതണം, ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് അഫക്ട്സ് പേഷ്യൻസ് മൊബിലിറ്റി. ശരിയല്ലേ? ഓക്കെ, സോ നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. പ്രസൻറ്റ് മെഡിക്കലും നമ്മൾ 2 കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടത് അല്ലേ? ആ 5 ക്വസ്റ്റ്യനിൽ ലാസ്റ്റത്തെ 2 എണ്ണം ഏതായിരുന്നു അത്? പേഷ്യൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ അത് റെലവെൻ്റ് ആണോ, പേഷ്യൻ്റെ ഫർദർ കെയറിന് അത് റെലവെൻ്റ് ആണോ? ഓക്കെ, ഇതായിരുന്നു 2 കാര്യങ്ങൾ. സോ ഡെഫിനറ്റ്ലി അത് ഇവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഓരോന്ന് വായിക്കുന്ന സമയത്തും കറൻറ്റ് സിറ്റുവേഷൻ മാത്രമല്ല നോക്കേണ്ട, ഫ്യൂച്ചർ കെയറിനെയും ഇത് എഫക്റ്റ് ചെയ്യുമോ? ഇവിടെ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ് പേഷ്യൻ്റ് കഴിഞ്ഞ്, ഹെമിപ്ലീജിയ ഉള്ള പേഷ്യൻ്റ് ആണ്. ദാറ്റ് ക്യാൻ യു ക്യാൻ കോറിലേറ്റ് ദം അല്ലേ? ബോത്ത് ഓഫ് ദം ക്യാൻ എഫക്ട് പേഷ്യൻസ് മൊബിലിറ്റി. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് റെലവെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യും. ഓക്കെ, പക്ഷേ ഇതേ ഒരു പേഷ്യൻറ്റിന് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ്, പാസ്റ്റ് സർജിക്കൽ ഡേറ്റയിൽ ഒരു എക്സിഷൻ ആൻഡ് ബയോപ്സി തന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് റെലവെൻ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഒരു എക്സിഷൻ ആൻഡ് ബയോപ്സി ആണ്. അത് പ്രത്യേകിച്ച് റിമാർക്കബിൾ ആയിട്ടൊന്നും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. സോ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാ മെഡിക്കൽ ഡേറ്റയും റെലവെൻ്റ് ആയിരിക്കണം നിർബന്ധമില്ല. ഇഫ് യു ആർ റൈറ്റിംഗ് ടു എ ഡോക്ടർ, റെലവെൻ്റ് എന്ന് തോന്നുന്ന പാസ്റ്റ് മെഡിക്കൽ മാത്രം എഴുതുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, കറൻറ്റ് സിറ്റുവേഷൻ അത് വേണം, പേഷ്യൻ്റെ ഫ്യൂച്ചർ കെയറിന് ഇത് വേണം. സോ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡോക്ടറിന് ഡേറ്റ സെലക്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ലൈക്ക് ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഡേറ്റ? ലൈക്ക് ഒരു ജനറൽ പ്രാക്ടീഷണറിന് എങ്ങനെയാണ്, ഓക്കെ, ഒരു നോൺ കേസ് ആണെങ്കിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനാണെങ്കിൽ അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇനി നിങ്ങളൊരു സോഷ്യൽ വർക്കറിനാണ് എഴുതുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഒരു സോഷ്യൽ വർക്കറിൻ്റെ റോൾ എന്താണ് ശരിക്കും? ഓക്കെ, സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ ദേ ആർ ആക്ച്വലി നോൺ മെഡിക്കലി ട്രെയിൻഡ് പ്രൊഫഷണൽസ്. ഓക്കെ, അപ്പോൾ അവർക്ക് കുറേ മെഡിക്കൽ ഡേറ്റ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ദേ ആർ ആക്ച്വലി നോൺ മെഡിക്കലി ട്രെയിൻഡ് പ്രൊഫഷണൽസ് and they are trained in social work, which includes helping patients in difficult situations. For example, safeguarding ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ വൾനറബിൾ പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പ് ഒക്കെ ആയിരിക്കും സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത്. സോ ഈ സോഷ്യൽ വർക്കറിന് ലെറ്റർ എഴുതുന്ന സമയത്ത് ഏതൊക്കെ ഡേറ്റ ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ദേ ആർ നോൺ മെഡിക്കലി ട്രെയിൻഡ് പ്രൊഫഷണൽസ്. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഡേറ്റ ആയിരിക്കും അവർക്ക് റെലവെൻ്റ് ആയിരിക്കുന്നത്? ഓഫ് കോഴ്സ് സോഷ്യൽ ഡേറ്റയ്ക്കായിരിക്കും ഇമ്പോർട്ടൻസ് അല്ലേ? ലൈക്ക് പേഷ്യൻ്റ് എവിടെയാണ് താമസിക്കുന്നത്, വിത്ത് ഹൂം, ആരാണ് നെക്സ്റ്റ് ഓഫ് കിൻ, പേഷ്യൻ്റ് പേഴ്സണൽ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അസിസ്റ്റൻസ് വേണ്ട പേഷ്യൻ്റ് ആണോ, ഫിനാൻഷ്യലി സെക്യൂർഡ് ആണോ പേഷ്യൻ്റ്. അപ്പോൾ ഈ ഡേറ്റയൊക്കെ ആയിരിക്കും എപ്പോഴും സോഷ്യൽ വർക്കറിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് അല്ലേ? സോഷ്യൽ വർക്കറിൻ്റെ നിങ്ങൾ ലെറ്റർ എഴുതുന്ന സമയത്ത് മെഡിക്കൽ ഡേറ്റ റെലവെൻ്റ് ആണോ എല്ലാ കേസിലും? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സോഷ്യൽ വർക്കറിന് നമ്മൾ എഴുതുന്ന കേസിൽ മെഡിക്കൽ ഡേറ്റ എഴുതണോ വേണ്ടയോ? കുറച്ച് പേര് പറയുന്നുണ്ടായിരിക്കും മെഡിക്കൽ ഡേറ്റ കംപ്ലീറ്റ്ലി എഴുതണ്ട. വാട്ട് ഡു യു തിങ്ക്? സോഷ്യൽ വർക്കറിനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ മെഡിക്കൽ ഡേറ്റ എഴുതണോ വേണ്ടയോ? Can you comment it below? By that time I can see your comments. Social worker, social data മാത്രം മതിയോ അതോ മെഡിക്കൽ ഡേറ്റ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണോ? What do you think? Can you comment it below? By that time I can see your comments. Okay. Social data മാത്രം മതി. Okay. Yes. Alright. ഒരു സോഷ്യൽ വർക്കറിൻ്റെ നിങ്ങൾ എഴുതുന്ന സമയത്ത് മെഡിക്കൽ ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്യണോ അതോ മെഡിക്കൽ ഡേറ്റയും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഡു യു തിങ്ക്? Pretty telling depend on the task. Okay. No. Okay. Okay. Depends on the task. Okay. Okay. Excellent. It will depend upon the task. Okay. Can mention, Manju is telling can mention the present medical data. Depends. Okay. Should include relevant medical data too. Excellent. Okay, if it is relevant to the, okay, then you can mention. Depend on the task. Some medical data can be included. Okay. Past medical, Anu is telling past medical can be included. Okay, you can include medical data in layman language. Okay.
Alright. Okay. See, എല്ലാ കേസിലും ഒരു സോഷ്യൽ വർക്കറിന് നമ്മൾ എഴുതുമ്പോൾ പ്രസന്റ് മെഡിക്കൽ ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓക്കെ, എക്സലൻറ്റ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടാസ്ക്. ആർക്കാണോ നിങ്ങൾ എഴുതുന്നത്, എന്തിനു വേണ്ടിയാണോ എഴുതുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും ഡെഫിനറ്റ്ലി അത് വേരി ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ I'll give you an example. പേഷ്യൻറ്റിന് മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞ പേഷ്യൻ്റാണ്. ഓക്കെ, മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞ പേഷ്യൻറ്റ്. ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് ടൈമിൽ 6 months കണ്ടിന്യൂസ് ഹെവി വർക്ക്സ് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പേഷ്യൻ്റാണ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി. സോ അവർക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നുമില്ല. അങ്ങനെയുള്ള കേസിൽ ഈ പേഷ്യൻ്റ് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങളൊരു സോഷ്യൽ വർക്കറിന് ലെറ്റർ എഴുതുവാണ്. ഓക്കെ, സി ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. പേഷ്യൻ്റ് മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻ്റ്, നിങ്ങൾ സോഷ്യൽ വർക്കറിന് ആ പേഷ്യൻ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയാണ് എഴുതുന്നത്. ആ പേഷ്യൻ്റ് 6 months ജോബിനൊന്നും പോകാൻ പറ്റില്ല. സോ അവിടെ ഈ ഒരു സർജറി കഴിഞ്ഞതുകൊണ്ടാണ് പേഷ്യൻറ്റിന് 6 months റെസ്റ്റ് വേണ്ടി വന്നത് അല്ലേ. സോ ആ മെഡിക്കൽ ഡേറ്റ ഉറപ്പായിട്ടും ആ സോഷ്യൽ വർക്കർ അറിഞ്ഞിരിക്കണം. പക്ഷേ ആ മൈട്രൽ വാൽവ് പ്രൊലാപ്സുമായിട്ട് പേഷ്യൻ്റ് വന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്, ഇൻവെസ്റ്റിഗേഷൻസ്, കറൻറ്റ് മെഡിക്കേഷൻസ്, എന്തൊക്കെയാണ് പിന്നീടുള്ള ഫെർദർ പ്രോഗ്രസ്, അതൊന്നും ആ സോഷ്യൽ വർക്കർ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ സോഷ്യൽ വർക്കറിന് എഴുതുമ്പോൾ മെഡിക്കൽ ഡേറ്റയിൽ റെലവെൻ്റ് എന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടൊരു മെഡിക്കൽ ഡേറ്റ ഇറെലവെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഇസ് റെലവെൻറ്റ്, അത് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുക തന്നെ ചെയ്യാം. ഓക്കെ, അതുപോലെ കറണ്ട് സിറ്റുവേഷൻസ് എഴുതണോ, കറണ്ട് പേഷ്യൻ്റ് ഹെൽത്ത് സ്റ്റേറ്റസ് എഴുതണോ, എല്ലാ കേസിലും എഴുതേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഈ പേഷ്യൻ്റ് തന്നെ പേഷ്യൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഹെൽത്തിയാണ് പേഷ്യൻ്റ്, അല്ലെ പേഷ്യൻ്റെ ഹെൽത്ത് സ്റ്റേബിൾ ആണ്, പക്ഷേ പേഷ്യൻ്റ് ഇസ് മോർ കൺസേൺ റിഗാർഡിങ് ഹൗ ഹി വിൽ മാനേജ് ഹോം. ഓക്കെ, ആ കേസിൽ യു ക്യാൻ ക്ലബ് ദാറ്റ്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ഒന്ന് നോക്കുക, ഒന്ന് ചിന്തിക്കുക വെദർ ദാറ്റ് വിൽ ബി റെലവെൻറ്റ് ഓർ നോട്ട്. എന്നിട്ട് റെലവെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ സോഷ്യൽ വർക്കറിന് എഴുതുന്ന സമയത്ത് സോഷ്യൽ ഡേറ്റ മാത്രം എന്നല്ല പഠിക്കേണ്ടത്, ഡിപ്പെൻസ് അപ്പോൺ ദ ടാസ്ക്. എങ്ങനെയാണോ ടാസ്ക് എന്താണോ അത് വ്യക്തമായി മനസ്സിലാക്കുക. അതിൽ ആ മെഡിക്കൽ ഡേറ്റയുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നൗ ഇറലവെൻ്റ് ആകുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ വർക്കറിന് എഴുതുന്ന സമയത്ത് മിക്കവാറും ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വരില്ല, നഴ്സിംഗ് മാനേജ്മെൻ്റ് ഒക്കെ ഇറലവെൻ്റ് ആയിരിക്കാം, കറൻറ്റ് മെഡിക്കേഷൻസ് ഒക്കെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ തരുന്നതായിരിക്കാം. അതുപോലെ പാസ് മെഡിക്കൽ ഡേറ്റ, എല്ലാ കേസിലും പാസ് മെഡിക്കൽ ഡേറ്റ സോഷ്യൽ വർക്കറിന് എഴുതരുതെന്ന് പറയാൻ പറ്റില്ല. ദർ ആർ എക്സെപ്ഷൻസ്. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റിന് ഹിസ്റ്ററി ഓഫ് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻറ്റ്. ഓക്കെ, സോ ഈ പേഷ്യൻ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, സോ എല്ലാത്തിനും ഡിപ്പെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ വൈഫ് ഏജ്ഡ് ആണ്, സോ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ കേസിൽ ഡിമെൻഷ്യ എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെൻഷൻ ചെയ്തതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, സോ പാസ് മെഡിക്കൽ ആയാലും പ്രസൻറ്റ് മെഡിക്കൽ ഡേറ്റ ആണെങ്കിലും ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഡേറ്റ സെലക്ഷൻ വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടാസ്ക്. ഓക്കെ, നിങ്ങൾ എന്തിനാണ് എഴുതുന്നത്, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്, അതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ സോഷ്യൽ വർക്കറിൻ്റെ എഴുതുന്ന കാര്യത്തിൽ സോഷ്യൽ ഡേറ്റയ്ക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. സോഷ്യൽ വർക്കേഴ്സ് ആർ നോൺ മെഡിക്കലി ട്രെയിൻഡ് പ്രൊഫഷണൽസ്. അവർക്ക് ഒരുപാട് മെഡിക്കൽ ഡേറ്റയുടെ ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന മെഡിക്കൽ ഡേറ്റ മാത്രം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി സോഷ്യൽ വർക്കറിന് എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ വേണം. ഫുൾ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, വാട്ട് വിൽ ബി ദ മെയിൻ മെഡിക്കൽ ഇഷ്യൂ ആൻഡ് ദ പേർപ്പസ്. ഓക്കെ, സോഷ്യൽ വർക്കറിന് എഴുതുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു മെയിൻ മെഡിക്കൽ ഇഷ്യൂ എല്ലാ കേസിലും വേണം നിർബന്ധമില്ല. ഓക്കെ, മേ ബി ആ പേർപ്പസിന് മറ്റൊരു റീസൺ ആയിരിക്കാം. ഓക്കെ, സോ അവിടെ ഒരു മെയിൻ മെഡിക്കൽ ഇഷ്യൂ ഇല്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതുന്ന പേർപ്പസിനൊരു റീസൺ കാണും, ശരിയല്ലേ. ആ റീസൺ ആണ് നിങ്ങൾ അവിടെ മെയിൻ മെഡിക്കൽ ഇഷ്യൂവിൻ്റെ അവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ ഒരു മെയിൻ മെഡിക്കൽ ഇഷ്യൂ ആണ് ആ പേർപ്പസിന് കാരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ അഹെഡ്. ഓക്കെ, പക്ഷെ ഒരു സോഷ്യൽ വർക്കറിൻ്റെ എല്ലാ കേസിലും ഒരു മെയിൻ മെഡിക്കൽ ഇഷ്യൂ കാരണമായിരിക്കത്തില്ല പേർപ്പസ് വന്നത്. ഓക്കെ, സോ എന്താണ് ആ മെയിൻ മെഡിക്കൽ ഇഷ്യൂ എന്ന് മനസ്സിലാക്കി എഴുതുക, അല്ലെങ്കിൽ എന്താണ് ആ പേർപ്പസിൻ്റെ റീസൺ എന്ന് മനസ്സിലാക്കി എഴുതുക വെൻ ഇറ്റ് കംസ് ടു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ വർക്കറിന് എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ എഴുതുന്ന സമയത്ത് കണക്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, സോ എന്തെങ്കിലും എഴുതി വെക്കുക, അതൊന്ന് ചിന്തിക്കുക. വാട്ട് ഇസ് എ പേർപ്പസ്, എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്, എന്ത് റീസൺ കൊണ്ടാണ് എഴുതുന്നത്. ഓക്കെ, സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ വർക്കറിൻ്റെ നല്ലൊരു ലെറ്റർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോഷ്യൽ വർക്കർ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒരുപാട് മെഡിക്കൽ ഡേറ്റ വേണ്ട. Okay, so that is all about while you're writing or while you select data to a social worker.
ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഡയറ്റീഷ്യൻ. നിങ്ങളൊരു ഡയറ്റീഷ്യന് ലെറ്റർ എഴുതുവാണ്. സോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്? ഡയറ്റീഷ്യന് ലെറ്റർ എഴുതുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? പേഷ്യൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എഴുതാം. യെസ്, കറണ്ട് ഹിസ്റ്ററി, മെഡിക്കൽ ഡേറ്റ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദെൻ പേഷ്യൻ്റെ ഫുഡ് പ്രിഫറൻസസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, ദെൻ പേഷ്യൻ്റ് അപ്പറ്റൈറ്റ് റിലേറ്റഡ് കാര്യം, ലൈക്ക് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉള്ള പേഷ്യൻ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഗോ ഹെഡ്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദെൻ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് ഡയറ്ററി മോഡിഫിക്കേഷൻസ് വേണ്ട കണ്ടീഷൻ, ലൈക്ക് ഹൈപ്പർടെൻസീവ് ആണ് പേഷ്യൻ്റ്, ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണ്, ഡയബറ്റിക് ഡയറ്റ് എടുക്കണം, ഹൈപ്പർടെൻസീവ് ഡയറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, ഇങ്ങനെ ഡയറ്ററി മോഡിഫിക്കേഷൻസ് വേണ്ട കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം വെൻ യു റൈറ്റ് ഓർ വെൻ യു സെലക്ട് ഡേറ്റ ടു എ ഡയറ്റീഷ്യൻ. ഓക്കെ, നൗ ഇനി ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ BMI ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ എഴുതുന്ന സമയത്ത് ഇത് റെലവെൻ്റ് ആണ്. ഓക്കെ, നൗ പേഷ്യൻ്റെ റെഗുലർ മെഡിക്കേഷൻസ്, വാട്ട് ഡു യു തിങ്ക്? റെഗുലർ മെഡിക്കേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണോ? റെഗുലർ മെഡിക്കേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണോ വെൻ ഇറ്റ് കംസ് ടു ഡയറ്റീഷ്യൻ? ഡയറ്റീഷ്യന് മെഡിസിൻ എഴുതണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? Can you comment it below? When you write a letter to dietitian, data select ചെയ്യുന്ന സമയത്ത്, okay, and it is telling allergy to food, excellent, allergy to food, food allergies can be mentioned, very good. Diet, BMI risk, okay, yes, okay. So what do you think? Regular medicines എല്ലാം മെൻഷൻ ചെയ്യണോ when it comes to a dietitian? Weight loss, yes, and it weight loss. Amal diet plan, yes, Amal. Ria, as we've mentioned, yes, weight and BMI. മെഡിസിൻസ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡയറ്റീഷ്യൻ എഴുതുന്ന സമയത്ത്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ എഴുതുന്നത് ഡയറ്റീഷ്യൻ ആണ്, മെഡിസിൻസ് മെൻഷൻ ചെയ്യണോ? വർഗീസ് ഇസ് ടെല്ലിംഗ് നോ. ഓക്കെ, എനി അതർ ആൻസേഴ്സ്? Some of you are telling regular medicine is important. Allergic to food, okay, food allergies can be mentioned when it comes to dietitian. Yes, excellent, excellent response, guys. അപ്പോൾ മെഡിസിൻസ് ഇൻക്ലൂഡ് ചെയ്യണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ബ്രിട്ടീഷ് ടെല്ലിംഗ് നോട്ട് ഓൾ ദ മെഡിക്കേഷൻസ്. ഓക്കെ, എനി അതർ? എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, Abhiraj is mentioning no. Okay. Tina is telling medicines venda. No need medicines. Okay. See, ഇതിലും എക്സെപ്ഷൻസ് ഉണ്ട് ഗൈസ്. ലൈക്ക് മെഡിസിൻസ് വേണ്ടാന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മെഡിസിൻസും റെലവെൻ്റ് ആയിരിക്കുന്ന കേസുകളുണ്ട്. ഐ ടെൽ യു ആൻ എക്സാമ്പിൾ. പേഷ്യൻ്റ് അനീമിക് ആണ് ആൻഡ് പേഷ്യൻ്റ് ഇസ് ഓൺ അയൺ സപ്ലിമെൻറ്റ്സ്. ഓക്കെ, ഈ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന കാര്യം നിങ്ങൾ ഡയറ്റീഷ്യനോട് പറയണ്ടേ? ഓക്കെ, ആ കേസിൽ മെഡിസിൻ ബിക്കംസ് എ റെലവെൻ്റ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഡയറ്റീഷ്യൻ ആണെങ്കിൽ മെഡിസിൻ എന്നൊരു ഹെഡിങ് നോക്കുകയും ചെയ്യരുതെന്നല്ല പഠിക്കേണ്ടത്, അതിലും എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡയറ്റീഷ്യൻ ആണ് നിങ്ങൾ എഴുതുന്നത്, പക്ഷേ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേസ് നോട്ട് അതിലും വേരിയേഷൻസ് വരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, പേഷ്യൻ്റ് അനീമിക് ആണ്, അയൺ സപ്ലിമെൻറ്റ്സ് ഓൾറെഡി എടുക്കുന്ന പേഷ്യൻ്റ് ആണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് റെലവെൻ്റ് ആയില്ലേ ആ കേസിൽ? അപ്പം അങ്ങനെയുള്ളത് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ എഴുതാവുള്ളൂ. അതുപോലെ വാട്ട് അബൌട്ട് പാസ് മെഡിക്കൽ ഡേറ്റ? പേഷ്യൻ്റ് ഒരുപാട് പാസ് മെഡിക്കൽ ഡേറ്റ തന്നിട്ടുണ്ട്, ഡയറ്റീഷ്യൻ അല്ലേ എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ, ആസ് റോഷിനി ഈസ് ടെല്ലിംഗ് കുറച്ച് മെഡിസിൻസ് ദേ ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്കെ, യെസ് ദീപ, എക്സലൻറ്റ്, എക്സലൻറ്റ്. ഓക്കെ, സി പാസ് മെഡിക്കൽ ഡേറ്റയും ഇതേപോലെ തന്നെ ഒരുപാട് പാസ് മെഡിക്കൽ ഡേറ്റ തന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പാസ് മെഡിക്കൽ നിങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പാസ് മെഡിക്കൽ കണ്ട ഉടനെ ഡയറ്റീഷ്യൻ ആണല്ലോ പാസ് മെഡിക്കൽ ഏരിയയിലോട്ടേ നോക്കണ്ട, അങ്ങനെയല്ല. ഓക്കെ, പാസ് മെഡിക്കൽ പോലും ഡയറ്റീഷ്യന് റെലവെൻ്റ് ആയിരിക്കുന്ന കേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രോ എൻട്രോളജി അല്ലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിന് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, മെൻഷൻ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അതുപോലെ തന്നെ പാസ്റ്റ് സർജിക്കൽ ഡേറ്റ. ഓക്കെ, ഡയറ്റീഷ്യൻ അല്ലേ, എന്തിനാ പാസ്റ്റ് സർജറി ഡേറ്റ ഒക്കെ എഴുതുന്നത്? അങ്ങനെയല്ല, അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് പേഷ്യൻ്റ് കൊളോസ്റ്റമി ഉള്ള പേഷ്യൻ്റ് ആണ്, മെൻഷൻ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? വാട്ട് അബൌട്ട് തൈറോയിഡക്ടമി?
തൈറോയിഡക്ടമി കഴിഞ്ഞ പേഷ്യൻ്റ് ആണ്, ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റ് ആണ്, ഇപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് റെലവെൻ്റ് ആയി വരില്ല ആ കേസുകളിൽ. സോ ഒന്ന് ചിന്തിക്കുക, ഡയറ്റീഷ്യനാണ് അവിടെ പാസ് മെഡിക്കലിനോ മെഡിക്കൽ കണ്ടീഷൻസിനോ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണോ, ഡെഫിനറ്റ്ലി യു ഹാവ് ടു മെൻഷൻ. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് അലർജീസ് മെൻഷൻ ചെയ്യാം. ലൈക്ക് ചിലർക്ക് നട്ട്സിനോട് അലർജി കാണും, സീ ഫുഡ്സിനോട് അലർജി ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി പ്ലീസ് നോട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, നൗ എക്സ്പെക്റ്റഡ് സർവീസസ് ഡെഫിനറ്റ്ലി അതാണല്ലോ നമ്മുടെ പേർപ്പസ്, നിങ്ങൾ മെൻഷൻ ചെയ്യാം. ലൈക്ക് ചിലപ്പോൾ നിങ്ങൾ എഴുതുന്നത് ഡയറ്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്, ഡയറ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കും, ഒരു പക്ഷേ നിങ്ങൾ എഴുതുന്നത് സാമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്താണോ പേർപ്പസ് അത് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഇതാണൊരു ഡയറ്റീഷ്യന് നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയും കേസ് നോട്ട് ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ഡേറ്റ സെലക്ഷൻ ചെയ്യാവുള്ളൂ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ദർ വിൽ ബി ഹിഡൻ ഹിൻസ്. ഓക്കെ, ലൈക്ക് പാസ്റ്റ് മെഡിക്കലിൽ തന്നിട്ടുണ്ടായിരിക്കും പേഷ്യൻറ്റിന് ഡിമെൻഷ്യ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡിമെൻഷ്യ, ഓക്കെ പാസ്റ്റ് മെഡിക്കൽ അല്ലേ, നമ്മൾ ഡയറ്റീഷ്യൻ അല്ലേ എഴുതുന്നത്. പക്ഷേ പ്രസൻറ്റ് കംപ്ലയിൻസിൽ തന്നിരിക്കും പേഷ്യൻറ്റിന് ഇപ്പോൾ ആസ്പിറേഷൻ ഉള്ള പേഷ്യൻറ്റോ മറ്റോ ആയിരിക്കാം. ലൈക്ക് പേഷ്യൻറ്റ് ഡഞ്ചേഴ്സ് ഉണ്ട്, പക്ഷെ പേഷ്യൻ്റ് അത് ഡ്യൂ ടു ലോസ് ഓഫ് മെമ്മറി എവിടെയെങ്കിലും മറന്നു വയ്ക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലബ് ചെയ്ത് എഴുതാൻ പറ്റും. ഓൾറെഡി ഡിമെൻഷ്യ ഉള്ള പേഷ്യൻ്റ് ആണ് അല്ലേ, സോ ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ ഡയറ്റീഷ്യനെ മെൻഷൻ ചെയ്യുക. അപ്പം നിങ്ങൾ എന്താണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം എഴുതുക. ഓക്കെ, നൗ another important thing is eating disorders like anorexia nervosa. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും പേഷ്യൻറ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും മെൻഷൻ ചെയ്യാൻ മറക്കരുത് വെൻ യു ആർ റൈറ്റിംഗ് ടു എ ഡയറ്റീഷ്യൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഡയറ്റീഷ്യന് ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ജനറൽ ഓവർവ്യൂ മാത്രമേ നോക്കുന്നുള്ളൂ വെൻ ഇറ്റ് കംസ് ടു എ ഡയറ്റീഷ്യൻ. ഓക്കെ, കറൻറ്റ് മെഡിക്കേഷൻസ്, അതുപോലെ കറൻറ്റ് മെഡിക്കൽ ഡേറ്റ, ഫുഡ് പ്രിഫറൻസസ്, ഡയറ്ററി മോഡിഫിക്കേഷൻ റിലേറ്റഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത്, ന്യൂട്രീഷണൽ സ്റ്റേറ്റസ്, റെഗുലർ മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു അനീമിയ, എനിക്ക് സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും പേഷ്യൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, പാസ്റ്റ് മെഡിക്കലിൽ റെലവെൻ്റ് ആണെങ്കിൽ അത്. ഓക്കെ, ഫുഡ് അലർജീസ് ഉണ്ടെങ്കിൽ എഴുതാം, എക്സ്പെക്റ്റഡ് സർവീസ് ഓൾവേസ് എഴുതാം. ദെൻ കേസ് നോട്ട് നന്നായിട്ട് വായിക്കുക, ഹിഡൻ ഹിൻസ് ഉണ്ടോയെന്ന്. ഒന്നും വേണ്ട എന്നല്ല പഠിക്കേണ്ടത്, ടാസ്കിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഇതൊക്കെയാണ് ജനറലി ഒരു ഡയറ്റീഷ്യന് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. I hope it is clear. Okay, now we can discuss one more thing, like when you write a letter to a physiotherapist. Okay, ഒരുപാട് പേർക്കും കൺഫ്യൂഷൻ കാണും ഫിസിയോതെറാപ്പിസ്റ്റിനുണ്ട് അല്ലേ. ഫിസിയോതെറാപ്പിസ്റ്റ് is, you know, is an expert in managing musculoskeletal conditions അല്ലേ. സോ ഫിസിയോതെറാപ്പിസ്റ്റിന് ലെറ്റർ എഴുതുന്ന സമയത്ത് മിക്കവാറും നമുക്കറിയാം ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിന് വേണ്ടിയിട്ടോ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ന്യൂറോളജി ഇഷ്യൂസ് ഉള്ള പേഷ്യൻറ്റിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും, ഓർത്തോ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളതിനായിരിക്കും ഫിസിയോതെറാപ്പിസ്റ്റിന് നമ്മൾ എഴുതുന്നത് അല്ലേ. സോ എന്തൊക്കെയായിരിക്കും ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മിക്കവാറും അവിടുത്തെ പേർപ്പസ് എന്തായിരിക്കും? ഹി റിക്വയർസ് അസിസ്റ്റൻസ് ടു ഇംപ്രൂവ് ഹിസ് മൊബിലിറ്റി, ശരിയല്ലേ? അപ്പോൾ അത് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്നത്. എന്തൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കറൻറ്റ് മെഡിക്കൽ ഡീറ്റെയിൽസ് എഴുതാം, ലൈക്ക് എന്തുകൊണ്ടാണ്, ഇപ്പോൾ സർജറിയാണ് സർജറി, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പോസ്റ്റ് ഓപ്പറേറ്റീവ് തൊട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ. ഓക്കെ, സോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻസിഡൻസ് ഓരോന്നും നിങ്ങൾ മെൻഷൻ ചെയ്യുക ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മൊബിലിറ്റി. ഓക്കെ, ലൈക്ക് ഫിസിയോതെറാപ്പി എന്ന് തൊട്ടാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, മൊബിലിറ്റി റിലേറ്റഡ് എന്തെങ്കിലും ഇവൻറ്റ്സ് മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. പിന്നെ അസിസ്റ്റീവ് ഡിവൈസസ് എന്തെങ്കിലും പേഷ്യൻ്റ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ക്രച്ചസ്, കെയിൻസ്, വീൽ ചെയർ, അതെന്തെങ്കിലും പേഷ്യൻ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇത് ഓൾറെഡി പേഷ്യൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണോ, അതോ ഹോസ്പിറ്റലിൽ വെച്ച് ഇനീഷ്യേറ്റ് ചെയ്തതാണോ, അതോ നിങ്ങൾക്ക് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സർവീസ് വേണ്ടതാണോ? ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ഓക്കെ, നൗ പാസ്റ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് പേഷ്യൻറ്റിന് ഓർത്തോ റിലേറ്റഡ് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, ലൈക്ക് ഒരു ന്യൂറോളജി റിലേറ്റഡ് കേസസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ CVA കഴിഞ്ഞ ഹെമിപ്ലീജിയ ഉള്ള പേഷ്യൻ്റ്. ഓക്കെ, പിന്നെ പേഷ്യൻ്റ് റെഗുലർ മെഡിസിൻസ്, ഓക്കെ ചില മെഡിസിൻസ് കാണും ലൈക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ്സ് എടുക്കുന്ന പേഷ്യൻ്റ്, ഹൈപ്പോഗ്ലൈസെമിക് ഏജൻസ് എടുക്കുന്ന പേഷ്യൻ്റ്, അതൊക്കെ എന്തിനാണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്നത്? ഓക്കെ, പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്, ഹൈപ്പോഗ്ലൈസെമിക് എപ്പിസോഡ്സ് ഒരുപാട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഹൈപ്പർടെൻസീവ് ആണ്,
ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ നോട്ട് ചെയ്യുന്ന പേഷ്യൻ്റ് ആണ്. സോ ഇതൊക്കെ ഫിസിയോതെറാപ്പി എഫക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? സോ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യുക തന്നെയാണ് നല്ലത്. അതുപോലെ ചില റെഗുലർ മെഡിസിൻസ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന പേഷ്യൻസ് ഓൺ ഇൻസുലിൻ ആണ്. ഹൈപ്പോഗ്ലൈസെമിക് എപ്പിസോഡ്സ് പേഷ്യൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അത് അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ പേഷ്യൻറ്റിൻ്റെ പ്രീവിയസ് പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ CVA കഴിഞ്ഞിട്ട് റീഹാബിലിറ്റേഷൻ സക്സസ്ഫുൾ ആയിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, വിത്ത് മൈൽഡ് ഇമ്പയർമെൻറ്റ്സ് ലൈക്ക് സ്പീച്ച് ഇമ്പയർമെൻറ്റ്സ്, അങ്ങനെയൊക്കെ ഇമ്പയർമെൻറ്റ്സ് ഇൻ മൊബിലിറ്റി, അതൊക്കെ ഉള്ള പേഷ്യൻ്റ്, ഓൾറെഡി ഫിസിയോതെറാപ്പി എടുത്തിട്ടുള്ള പേഷ്യൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നൗ ചില കേസിൽ ഓൺ ബിഹാഫ് ലെറ്റേഴ്സ് ഒക്കെ ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഞാൻ ആ കേസ് നോട്ടിൽ പേഷ്യൻറ്റിൻ്റെ പേര് മറന്നുപോയി. നിങ്ങൾ ഓർക്കുവാണെങ്കിൽ can you comment it below? ലൈക്ക് ഒരു വൈഫ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഓൺ ബിഹാഫ് ഓഫ് വൈഫ് നിങ്ങൾ എഴുതുന്ന ഒരു കേസ് ഉണ്ടല്ലേ ഫിസിയോതെറാപ്പിസ്റ്റിന്. ലൈക്ക് പേഷ്യൻ്റ് ഓൾറെഡി വാക്കിംഗ് സ്റ്റിക്സ് ഉള്ളതാണ്, പക്ഷെ അത് എങ്ങനെയാണ് കറക്റ്റ് യൂസേജ് എന്ന് അറിയത്തില്ല. സോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങൾ എഴുതുവാണ് ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് ഹിം. ഓക്കെ, സോ ഇങ്ങനെ പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലെറ്റേഴ്സ് വരുന്നത്. സോ ഓൺ ബിഹാഫ് ആണോ നോൺ കേസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് വന്നൊരു ജനറൽ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, മോസ്റ്റ്ലി ഓർത്തോ റിലേറ്റഡ് അല്ലെങ്കിൽ ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ അസിസ്റ്റീവ് ഡിവൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി സാധാരണയായിട്ട് പിന്നീട് വരുന്നതാണ് ഫാർമസിസ്റ്റിന് ലെറ്റേഴ്സ് എഴുതുന്നത്. ഓക്കെ, ഫാർമസിസ്റ്റിന് നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് അത്ര കോമൺ ആയിട്ട് നമ്മൾ കാണാറില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, മെഡിസിൻ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ലൈക്ക് കറണ്ട് മെഡിക്കേഷൻസ്, കറണ്ട് കണ്ടീഷൻസ് ഓൾസോ ക്യാൻ ബി മെൻഷൻഡ്. ദെൻ മെഡിസിൻ്റെ ഡോസേജസ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. നൗ പേഷ്യൻറ്റിന് അഡ്വേഴ്സ് റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാൻ മെൻഷൻ ദാറ്റ്. നൗ മെഡിസിൻസ് എന്തെങ്കിലും ഡിസ്ചാർജ് ടൈമിൽ റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ അതൊരു ഫാർമസിസ്റ്റിനോട് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ ലെറ്റർ. ഫാർമസിസ്റ്റിൻ്റെ ലെറ്റർ അത്ര കോമൺ ആയിട്ടല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെയും എക്സെപ്ഷൻസ് കാണും, ബട്ട് സ്റ്റിൽ some of you are telling that case note Jim Middleton. Okay, excellent. Okay, കുറച്ച് പേര് പറയുന്നു സ്റ്റീഫൻ മേബിൾ. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, സോ ആ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളവരാണ്. can you comment it below? Okay, so I would like to answer some of your questions. Shilpa is asking, elimination of complete medical data reduces our word count. കംപ്ലീറ്റ് മെഡിക്കൽ ഡേറ്റ എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടി വേർഡ് കൗണ്ട് കുറയും എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ലെറ്റർ എഴുതുന്ന സമയത്തും അതിൽ റെലവെൻ്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് കൗണ്ട് 180 അല്ലെങ്കിൽ 200 തന്നെയാവും. അങ്ങനെയാണ് അവരെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വേർഡ് കൗണ്ടിനെ ഭയന്ന് നിങ്ങൾ ഒരുപാട് ഇറെലവെൻ്റ് ഡേറ്റ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾ റെലവെൻ്റ് എല്ലാം ആഡ് ചെയ്തോളൂ, വേർഡ് കൗണ്ട് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. Anu is asking, like, ma'am, food allergies to be mentioned where? Is it in the recommendation paragraph? See, recommendation, if you want to emphasize something, please note പറഞ്ഞിട്ട് റെക്കമെൻഡേഷനിൽ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും മെൻഷൻ എന്താണോ ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അത് ഇന്ന ഒരു സ്ഥലത്ത് അത് എക്സാക്ട്ലി പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇഫ് യു വാണ്ട്, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് അത് എംഫസൈസ് ചെയ്യണം തോന്നുവാണെങ്കിൽ പ്ലീസ് നോട്ട് റെക്കമെൻഡേഷനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ബട്ട് എനിവേ ആ ഡേറ്റ ഇസ് ഇമ്പോർട്ടൻറ്റ്, അത് നിങ്ങൾ ആഡ് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ, ഓൾറൈറ്റ്. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡേറ്റ സെലക്ഷൻ. ഓക്കെ, ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ എന്നൊക്കെ ലെറ്റർ എഴുതുന്ന സമയത്ത് എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന്. അതൊരു നഴ്സിംഗ് കെയറിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ലൈക്ക് പ്ലീസ് മോണിറ്റർ ബ്ലഡ് ഷുഗർ ലെവൽ എന്നൊന്നും എഴുതാതെ, കാരണം അവരല്ല അത് മോണിറ്റർ ചെയ്യുന്നത്, ദേ ആർ ഓൺലി അറേഞ്ചിങ് അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ലൈക്ക് ഒരു ടോൺ ഉണ്ടല്ലോ നമ്മൾ എഴുതുന്നത്, സോ അതിലാണ് ഇമ്പോർട്ടൻസ്.
അപ്പോൾ ഏത് മെഡിക്കൽ കണ്ടീഷൻ ആണോ ആ മെഡിക്കൽ കണ്ടീഷൻ ഡെഫിനറ്റ്ലി യു ക്യാൻ മെൻഷൻ. ഓക്കെ, പക്ഷെ റെക്കമെൻഡേഷനിൽ എഴുതുന്ന സമയത്ത് ഡിസ്ചാർജ് പ്ലാൻ, വെൻ കംസ് ടു ഡിസ്ചാർജ് പ്ലാൻ, നിങ്ങൾ എഴുതുന്ന യൂസ് ചെയ്യുന്ന എന്താ പ്ലീസ്, കൈൻഡ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കൈൻഡ്ലി മോണിറ്റർ ബ്ലഡ് പ്രഷർ റെഗുലർലി, അവരെല്ലാം മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, അറേഞ്ച് ചെയ്യാനായിട്ട് മാത്രമേ നമുക്കൊരു ഡയറക്ടറിനോടൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, is there anything else? Yes. Okay, Tisha was asking that question. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഡയറക്ടറിനൊക്കെ നമ്മൾ എഴുതുന്ന പോലെയാണ്. ആ ഒരു ടോൺ ഓഫ് റൈറ്റിംഗ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, അവരോട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാനല്ല, അവരായിരിക്കും എല്ലാം അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ എഴുതുന്ന ടോൺ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ജനറലി ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയായിരിക്കും ഓരോ കേസിലും ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഡേറ്റ സെലക്ഷൻ എന്ന്. ഓക്കെ, സോ ഒരു ഡോക്ടറിന് വരുമ്പോൾ ഇങ്ങനെ മാത്രമേ എഴുതാവൂ എന്നല്ല, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay guys, thank you so much. We'll see you in next class. Thank you.